Hello, welcome to Caine Space. And you're on space. Let's do it. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കുറേ ദിവസമായി നമ്മൾ അകത്ത് തന്നെ ഇരിക്കണേ കൊറോണ തന്നെ. അപ്പോൾ ഇന്ന് നമ്മൾ പുറത്തേക്കൊന്ന് പോകാൻ പോവാണ്, ഒരു ഔട്ടിങ്, ചെറിയ ട്രിപ്പ്. അപ്പോൾ ഒരു ദിവസം നമ്മൾ അവിടെ നിൽക്കും. പോണ സ്ഥലം വാഗമൺ. അവിടെ പോയിട്ടുള്ള കാഴ്ചകളൊക്കെ നമ്മൾ നിങ്ങളെ കാണിച്ചു തരാൻ പോവാണ്. ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. നമ്മളവിടെ പോയിട്ട് ഒരു ദിവസം നിൽക്കും ഒരു റിസോർട്ടിൽ. നല്ല രസമുണ്ടോ? നമ്മളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം, അടിപൊളിയാക്കാം. അപ്പൊ നിങ്ങൾ നമ്മുടെ കൂടെ തന്നെ. നമ്മളിപ്പോ നമ്മുടെ കസിൻസിന്റെ കൂടെ മീറ്റപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് അവിടേക്ക് പോവാം. അപ്പൊ നമ്മളിപ്പോ ഇവിടെ ചാലക്കുടിയിൽ നിർത്തിയേക്കാണ്. അച്ഛനും പപ്പയും കൂടി പുറത്തു പോയിട്ട് റിലയൻസിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട്, വെള്ളവും പേപ്പർ പ്ലേറ്റും ഒക്കെ. അപ്പൊ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാം. നമ്മളിപ്പോ പെട്രോൾ പമ്പില് പെട്രോളൊക്കെ അടിച്ചിട്ട് ഇപ്പൊ അതെ എഫ്രൻ നമ്മുടെ അവിടെ കയറി വന്നിട്ടുണ്ട്. സിനോക്ക് വരണ്ടാന്ന്, ഇനി കുറച്ചും കഴിയുമ്പോ വരുമോ നോക്കാം. എന്തായാലും നമ്മുടെ ഫ്രണ്ടിൽ അവര് എവിടെ ഇപ്പൊ പോകണ്ട്. നമ്മളിപ്പോ ഇവിടെ കാലടി ബ്രിഡ്ജ് എത്തിയിട്ടുണ്ട്. കാണാൻ നല്ല വ്യൂ ആണ്. അപ്പൊ അപ്പുറത്തുള്ളത് എന്നിട്ട് മറ്റേ ട്രെയിനിന്റെ ഇതാണ് കാണുന്നത്. അവിടെ ട്രെയിനിന്റെ പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നല്ല നല്ല രസമുള്ള വ്യൂ ആ. പിന്നെ ഇവിടെ നമ്മൾ രണ്ടുപേരും ചില്ലിങ്. നമ്മളപ്പോ രാവിലെ ഒരു 5 മണിയൊക്കെ ആയിപ്പോ പോയതാണ്, 6:30 ആയിപ്പോ. അപ്പൊ നമ്മളൊന്നും കഴിച്ചിട്ടില്ല. നമ്മളിപ്പോ ഹൈവേയിൽ മൂവാട്ടുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഭാരത് എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലുണ്ട്. നമ്മൾ ഇടയ്ക്കൊക്കെ പോകാറുള്ള നല്ലൊരു ഹോട്ടലാണ്, നല്ല ഫുഡ്. അപ്പൊ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മളിവിടെ പോണേ. ഇതാണൊരു വ്യൂ, ഇതാണ് സ്ഥലം. നമ്മളിപ്പോ ഫുഡൊക്കെ കഴിച്ച് മൂവാട്ടുപുഴ റോഡിൽ കൂടെ പോവാണ്. പക്ഷെ ഇവിടെ നല്ല ട്രാഫിക് ഉണ്ട്. നല്ല തിരക്ക്, നല്ല ബ്ലോക്ക്. അപ്പൊ അതെ, ഇത് വാഗമണി പോണ വഴിക്കുള്ള ഒരു സ്ഥലമാണ് കേട്ടാ. നമുക്ക് കാണിച്ചു തരാം. വാട്ടർഫോളൊക്കെ ആയിട്ട് നല്ല അടിപൊളി സ്ഥലമാണ്. ഞാൻ പറഞ്ഞ പോലെ പോണ സമയത്ത് ഇവിടെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും മലകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ ഇവിടെ ഒരു സ്ഥലത്ത് ഇറങ്ങിയേക്കാണ്, ഈ ഒരു മലയുടെ ടോപ്പിൽ. അവിടുന്ന് കുറച്ചൊന്ന് മാറിയിട്ട് ഇങ്ങനെ ഒരു റോക്കി മൗണ്ടൻ പോലെ ഉണ്ടായി. അപ്പോൾ അവിടെ കയറി പോകാൻ ഒരു കുഞ്ഞ് കല്ല് പോലെ ഉണ്ടായി. അപ്പോൾ പിന്നെ ഒരാൾ അതിൻ്റെ ഒരു ചവിട്ടി കയറി മുകളിൽ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും അതിൻ്റെ പുറകെ പോയി. എന്നിട്ട് ഇപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലിരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. കയറി പോകാൻ പാടായിരുന്നു, എന്നാലും അവിടെ ഇരിക്കുമ്പോൾ ഒക്കെ നല്ല സുഖം ഉണ്ടായി. ഹില്ലിന്റെ സൈഡിൽ ഇറങ്ങി കുറെ ഫോട്ടോ ഒക്കെ എടുത്ത് ആ മലയുടെ ഒക്കെ മുകളിൽ അട്ടൊക്കെ നമ്മള് ചോരച്ചപ്പി. ഒന്നും കിട്ടിയില്ല. കുറേ നേരം കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിശന്ന് തുടങ്ങി. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മലയുടെ അവിടെ നിർത്തി നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കാൻ പോവാണ്. നമ്മൾ വഴിയിൽ പോയ സമയത്ത് എഗ്ഗ് മേടിച്ചിട്ടുണ്ടായി. അപ്പോൾ നമ്മളിപ്പോൾ വെള്ളം എടുക്കാൻ പോവാണ്, പാത്രമൊക്കെ കഴുകാൻ. ശുദ്ധമായ വെള്ളം, ഒഴുകി വരുന്ന വെള്ളം. ഞാനും എന്റെ അമ്മയും അമ്മായും കൂടി വെള്ളം കളക്ട് ചെയ്യാൻ വന്നിരിക്കാണ്.
കായ്സ് കൊടുക്കത്തെ കാറ്റാണ് കായ്സ് വരും മണ്ണോട് ഒഴിക്കുക DSനോട് ഷൂലൊഴിക്കില്ല. ഒരു വെള്ളം എടുക്കാൻ വേണ്ടി പാട്. മനുഷ്യരാണ് ആരോട് വിജയിക്കും നോക്കാം. ആ കല്ലിന് ഉറപ്പുണ്ടാ? കുഴപ്പമില്ലാത്ത ഉറപ്പുണ്ട്. കണ്ടോ മുള വിൽക്കുക കഷ്ണമായിരുന്നു അത് പ്രശ്നം തന്നെ. മതി മറിക്കാനും ഇത് തന്നെ മറിക്കാൻ വേറെ പാടുപെടും. വെള്ളമല്ല പ്രശ്നം, ഇതാണ് ചില്ലിനിട്ടുണ്ട്. കുഴപ്പമില്ല, സാറായി വെച്ച് കൊട്ടാരം നശിപ്പിച്ചു. ഏയ് സീനൊന്നുമില്ല. എങ്ങനെയുണ്ട് സിനോവേ? പ്രോബ്ലം ഒന്നുമില്ല, തക്കാളിയുടെ മിസ്റ്റേക്ക് ആണ്. പിന്നല്ല നമ്മളുടെ കളി. അല്ല, ഇത് എനിക്ക് ഭയങ്കര എക്സ്പെർട്ടാ. താഴെ കളയരുത്. ഷവർമടിക്കുന്ന പോലെ ഒന്നുകൂടെ അഞ്ചിടാ. അവനായി എല്ലാതും തട്ടിയത് അവനായി പോയി. അപ്പൊ എന്നാ നോക്കി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി നമ്മളത് ഈ മല കയറി പോകാൻ പോവാണ്. അപ്പോൾ കുറേ നേരം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ റിസോർട്ടിലെത്തി. ഇതിൻ്റെ പേര് ഇതാണ്, ഡാഫോഡിൽസ് ഗാർഡൻ റിസോർട്ട്. കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ബോർഡ്. ഉണ്ട് ഡാഫോഡിൽസ്. സാധനം അടിപൊളിയാട്ടോ, മലയുടെ മുകളിലൊക്കെ ആയിട്ട്.